റിപ്പോർട്ടിലേക്ക്. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ TVK നേതാവ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. കോൺഗ്രസിന്റെ ഉൾപ്പെടെ 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് 3 മണിക്ക് ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. 5 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സാധ്യമായിരിക്കുന്നത്. 59 വർഷങ്ങൾക്ക് ശേഷമാണ് ദ്രാവിഡ കക്ഷിയല്ലാത്തൊരു പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ഈ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമമാകുന്നു. ക്ലൈമാക്സിൽ വിജയ് തന്നെയാണ് നായകൻ എന്നുള്ള കാര്യം വ്യക്തമായി. മാജിക് നമ്പറും കടന്ന് മികച്ച നിലയിൽ തന്നെ മികച്ച ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ട് തന്നെ സഭയിലേക്ക് സർക്കാർ രൂപീകരണത്തിലേക്ക് വിജയ് കടക്കാൻ പോവുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കാൻ പോകുന്നു, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ, മന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം, വകുപ്പുകൾ, മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ അഭിജിത്ത് മുഴക്കുന്നു? ശ്രീജിത്ത്, ശ്രുതി, ഗുഡ് മോർണിംഗ്. ഒരു സിനിമ കാണുന്നത് പോലെയായിരുന്നു കഴിഞ്ഞ 5 ദിവസം നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ കണ്ടത്. ട്വിസ്റ്റും ത്രില്ലർ സിനിമ കാണുന്നത് പോലെ വളരെയധികം സസ്പെൻസ് നിറഞ്ഞ നാടകീയമായ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതിനൊടുവിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അനുമതി ജോസഫ് വിജയ്ക്ക് നൽകുന്നത്. അങ്ങനെ ഇതാ ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായി ഇളയ ദളപതി സ്ഥാനമേൽക്കുകയും ചെയ്യും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട് റീജിത്ത്. അതായത് 1967 ശേഷം ആദ്യമായാണ് ഒരു ദ്രാവിഡ ഇതര കക്ഷി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നത്, അതിന്റെ അധികാര കസേരയിലിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് ഈ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അതും ഈ 1967 ശേഷം ആദ്യമാണ്. കൂടാതെ വലിയ ഒരുപാട് നേട്ടങ്ങൾ കണ്ടതാണ്, ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടതാണ് തമിഴ്നാട് രാഷ്ട്രീയം. MGRനും ജയലളിതയ്ക്കും ശേഷം അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ തമിഴക രാഷ്ട്രീയത്തിന്റെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വിജയുടെ ഈ വരവിന് പിന്നിലുണ്ട്. ഏതായാലും രാവിലെ 10 മണിക്ക് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ഒപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 9 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇന്നുണ്ടാകും. വിജയ് ഉൾപ്പെടെയാണ് 9 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇന്നുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ കോൺഗ്രസിൽ നിന്ന് 2 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്, P. വിശ്വനാഥ്, ഒപ്പം തന്നെ രാജേഷ് കുമാർ. ഈ 2 പേർ കോൺഗ്രസിന്റെ മന്ത്രിമാരാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ TVKയിൽ നിന്ന് പ്രമുഖരായ നേതാക്കൾ നിർമ്മൽ കുമാർ, ആദവ് അർജുന തുടങ്ങിയ നേതാക്കൾ, സെങ്കോട്ടയ്യൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ മന്ത്രി കസേരയിലിരിക്കും. ഏതായാലും വലിയ സെക്യൂരിറ്റി ചെന്നൈ നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കറിയാം. വിജയ് എത്തുമ്പോൾ വലിയ ആരാധക കൂട്ടം, അത് 10,000-കണക്കിന് ആരാധക കൂട്ടമൊക്കെ തിങ്ങി നിറയുന്ന കാഴ്ച നമ്മൾ കാണാറുള്ളതാണ്. അത് വലിയ അപകടങ്ങളിലേക്ക് നയിച്ചതും നമ്മുടെ മുന്നിൽ, അത്തരം സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അതിനാൽ തന്നെ വലിയ സെക്യൂരിറ്റി ചെന്നൈ നഗരത്തെ സംബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5000 പേർക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നേരിട്ട് കാണുന്നതിനുള്ള സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി LED വാളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും ജനങ്ങൾക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ ആരവത്തോടെ, ആഹ്ലാദത്തോടെ ഈ വിജയുടെ സത്യപ്രതിജ്ഞയെ വരവേൽക്കുകയാണ് TVK ആരാധകർ. അങ്ങനെ ഇന്ന് ഇപ്പോൾ 19ാമത്തെ മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. റിജിത്ത്, അഭിജിത്ത് മുഴക്കുന്ന ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെ തമിഴക രാഷ്ട്രീയത്തിൽ എത്രത്തോളം വേരുറപ്പിക്കാൻ വിജയ്ക്ക്, വിജയുടെ പാർട്ടിക്ക് കഴിയും എന്നതൊക്കെ ആ സർക്കാരിന്റെ പ്രവർത്തനത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിലയിരുത്താൻ കഴിയുക.